രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവരും പറയും ഞാൻ കഠിനമായ ഒരു വിശ്വാസിയാണ്, ഞാൻ കഠിനമായ കൃഷ്ണഭക്തനാണ്, രാധാഭക്തനാണ്, ശിവഭക്തനാണ്, യേശുവിൻ്റെ ഭക്തനാണ്, അള്ളാഹുവിൻ്റെ ഭക്തനാണ്. അങ്ങനെ അവനവൻ വിശ്വസിക്കുന്ന ദൈവത്തിലെ കഠിന വിശ്വാസിയാണ് നിങ്ങളെന്ന് പറയുന്നു. അത് നിങ്ങൾ സ്വയം പരിശോധിക്കുക. നിങ്ങൾ യഥാർത്ഥത്തിൽ കഠിന വിശ്വാസി ആണോ? ഒരു ഗ്രാമത്തിൽ കുറേ നാളായിട്ട് മഴ പെയ്യുന്നില്ല. മഴ പെയ്യാതെ കൃഷികളൊക്കെ നശിച്ചു, വരൾച്ച പിടികൂടി, ജനം പൊറുതിമുട്ടി, കുടിക്കാൻ ജലമില്ല. അപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്ന് ഒരമ്പലത്തിൽ ഒത്തുകൂടി പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ അമ്പലത്തിലേക്ക് പ്രവഹിക്കുകയായി. ഒരു പുരോഹിതന്റെ നേതൃത്വത്തിലാണ് പ്രാർത്ഥനാ യജ്ഞം നടക്കുന്നത്. അതോടൊപ്പം മഴ പെയ്യിക്കാൻ ഹോമവും ഉണ്ട്. അപ്പോൾ എല്ലാവരും അമ്പലത്തിലേക്ക് വന്നപ്പോൾ ഒരു കൊച്ചുകുട്ടിയും അതിൻ്റെ കൂടെ വന്നു. അപ്പം കൊടും വരൾച്ചയാണ്, സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുകയാണ്. അപ്പം എല്ലാവരും ഈ കുട്ടിയെ നോക്കി ചിരിക്കാൻ തുടങ്ങി. സകലരും ഈ കുട്ടിയെ പരിഹസിക്കാൻ തുടങ്ങി. കാരണം അവിടെ 1000-ൽ കൂടുതൽ ആളുകൾ വന്നിട്ടുണ്ട്. അതിനകത്ത് ഈ കുട്ടിയുടെ കയ്യിൽ മാത്രമേ കൊടയുള്ളൂ. അപ്പൊ എല്ലാവരും പറഞ്ഞു, എടാ വിഡ്ഢി, ഇവിടെ മഴ പെയ്തിട്ട് വർഷങ്ങളായി, മഴ പെയ്യാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വരികയാണ്, നീ എന്തിനാണ് ഈ കൊടും ചൂടത്ത് കൊടയെടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിക്കാൻ പോവില്ലേ, നമ്മൾ പ്രാർത്ഥിച്ചാൽ പിന്നെ ദൈവം അപ്പം തന്നെ കേൾക്കത്തില്ലേ, അപ്പോൾ തന്നെ മഴ പെയ്യത്തില്ലേ? അവരെല്ലാം വീണ്ടും ഇവനെ പരിഹസിച്ച് ചിരിച്ചു. പുരോഹിതൻ പറഞ്ഞു, എന്തിനാ കുഞ്ഞെ നീ കൊട കൊണ്ടുവന്നത്? നീ എന്തൊരു മണ്ടനാണ്. അവനങ്ങ് സങ്കടം വന്നു. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഹോമം നടത്തി. ഹോമം നടത്തിയപ്പോഴും വെയിൽ കത്തി ജ്വലിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, നമ്മളെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്, എപ്പോഴെങ്കിലും മഴ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പിരിയാൻ തുടങ്ങിയപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടൊരു സന്യാസി അവിടെ നിന്നിരുന്നു. സന്യാസി പറഞ്ഞു, നിങ്ങളെല്ലാവരും പിരിയാൻ പോകുന്നത് വരട്ടെ. ആ കുഞ്ഞിനെ വിളിച്ചിട്ട് പറഞ്ഞു, മകനെ നീഞ്ഞു വാ. എന്നിട്ട് ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ഗ്രാമവാസികളും ഈ അമ്പലത്തിലെ പൂജാരി പുരോഹിതനും മഴ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു, യജ്ഞം നടത്തി, പക്ഷേ മഴ കിട്ടത്തില്ല, ഒരു ലക്ഷണവുമില്ല. തൽക്കാലം ഈ കുഞ്ഞൊന്ന് പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ എല്ലാവരും കൂടെ ചിരിച്ചു. കൊടയും പിടിച്ചുകൊണ്ട് വന്ന മണ്ടനാണ്. അപ്പോൾ പറഞ്ഞു, ഒരു നിമിഷം നിങ്ങൾ നിൽക്കൂ മോനെ, നീ പ്രാർത്ഥിക്കൂ. അപ്പോൾ ആ കുഞ്ഞ് കണ്ണടച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ, ഞാൻ അങ്ങയിൽ വിശ്വസിച്ചിട്ടാണ് കൊടയെടുത്തത്. അങ്ങയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മഴ പെയ്യും, അതിന് പിന്നെ താമസം വരുമോ ഭഗവാനെ? ഞാൻ അങ്ങനെ വിശ്വസിച്ചല്ലേ കൊടയെടുത്തത്. എല്ലാവരും എന്നെ പരിഹസിക്കുകയാണ് ഭഗവാനെ. മഴ പെയ്യണേ, മഴ പെയ്യണേ, മഴ പെയ്യണേ ഭഗവാനെ. ആ കുട്ടി ഒരു കൃഷ്ണഭക്തനായിരുന്നു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, കൃഷ്ണ കൃഷ്ണ, എന്നെ എല്ലാവരും പരിഹസിക്കുന്നു കൃഷ്ണ. കൃഷ്ണ, അങ്ങ് വിചാരിച്ചാൽ മഴ പെയ്യില്ലേ, ഞാൻ അതുകൊണ്ടല്ലേ കൃഷ്ണ കൊടയെടുത്തത് എന്ന് പറഞ്ഞപ്പോഴേക്കും കുഞ്ഞിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഒഴുകി വീണു. പെട്ടെന്ന് അവിടെ ഒരു ഇടിമുഴക്കമുണ്ടായി, മിന്നലുകൾ പാഞ്ഞു. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. കത്തുന്ന വെയിലത്താണ്, പക്ഷേ കോരിച്ചൊരിയുന്ന മഴ പെയ്യാൻ തുടങ്ങി. കോരിച്ചൊരിയുന്ന മഴ. ആളുകൾ നാല് ചുറ്റും പരക്കം പായാൻ തുടങ്ങി. കയറി നിൽക്കാൻ സ്ഥലമില്ല. അമ്പലത്തിൻ്റെ ഒരു കൊച്ചു മേൽക്കൂര മാത്രമേ ഉള്ളൂ. അപ്പോൾ കാണാം, ഉഗ്രമായ ഇടിവെട്ടുന്നു, ഉഗ്രമായി മിന്നുന്നു, ഉഗ്രമായ മഴ പെയ്യുന്നു. ഒരു സാധാരണ കൊടയ്ക്ക് പോലും താങ്ങാൻ പറ്റാത്തത്ര ശക്തമായ കാറ്റ് വീശുന്നു. അതെ, ആ കുഞ്ഞിൻ്റെ കയ്യിലിരിക്കുന്ന കൊട
ആ കുഞ്ഞിൻ്റെ കയ്യിലിരിക്കുന്ന കൊട അതിന് 7 വർണ്ണങ്ങൾ വരികയാണ്. 7 വർണ്ണങ്ങൾ ആ കൊടയ്ക്ക് വരികയാണ്. അവൻ തുള്ളിച്ചാടിക്കൊണ്ട് പറഞ്ഞു, കൃഷ്ണ, എൻ്റെ കൃഷ്ണ, എൻ്റെ കൃഷ്ണൻ വന്നേ, എൻ്റെ കൃഷ്ണൻ വന്നേ. അതെ, മഴ വന്നു എന്നല്ല അവൻ പറഞ്ഞത്, എൻ്റെ കൃഷ്ണൻ വന്നേ. അവൻ ആ വെള്ളത്തുള്ളികളെ കൃഷ്ണനായി കണ്ടു തുള്ളിച്ചാടി ആ കുട്ടി കൊടയും പിടിച്ച് നടന്നു പോവുകയാണ്. സാധാരണഗതിയിൽ ഒരു കൊടയ്ക്ക് ആ കാറ്റ് താങ്ങാൻ പറ്റില്ല, മടങ്ങി ഒടിഞ്ഞു പോകും. ഒരു കുഞ്ഞു കൊടയാണ്, ആ മഴ താങ്ങാൻ പറ്റില്ല. പക്ഷേ ആ കൊടയുടെ വിസ്താരം വർദ്ധിച്ചു. ഒരു തുള്ളി വെള്ളം പോലും അവൻ്റെ ദേഹത്തേക്ക് വീഴുന്നില്ല. ശക്തമായ കാറ്റിനും അവൻ്റെ കൊടയെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതെ, ദൈവം നൽകിയ കൊട, ദൈവത്തിൻ്റെ കൊട, ദൈവത്തിൻ്റെ കൊടയുമായി അവൻ പോവുകയാണ്. മറ്റുള്ളവരത് കണ്ട് അമ്പരന്ന് നോക്കി നിൽക്കുകയാണ്. ഓർമ്മിക്കുക, നിങ്ങൾക്ക് ഈ കുഞ്ഞിൻ്റെ വിശ്വാസമുണ്ടോ? ഇല്ല എന്നേ ഞാൻ പറയൂ. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. കൃഷ്ണ, ഗുരുവായൂരപ്പ, എൻ്റെ കുഞ്ഞിന് ജോലി കിട്ടിയാൽ ഇവിടെ ഒരു വിളക്ക് വാങ്ങിച്ചു വെക്കാം. കണ്ടോ, നിങ്ങൾക്ക് എന്ത് വിശ്വാസമാണ് ഗുരുവായൂരപ്പനിലുള്ളത്? സംശയം ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾ പറഞ്ഞത് എൻ്റെ കുഞ്ഞിനൊരു ജോലി കിട്ടിയാൽ വിളക്ക് വാങ്ങിച്ചു വെക്കാം, ഇല്ലെങ്കിൽ കോവി ഇട്ടുകൊണ്ട് ശ്രീലകത്തിരുന്നാൽ മതി. അപ്പം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? വിശ്വാസം ഉള്ള ഒരാളാണെങ്കിൽ, ഗുരുവായൂരപ്പ, ഈ വിളക്ക് അങ്ങ് സ്വീകരിക്കണേ, എൻ്റെ കുഞ്ഞിന് അങ്ങ് ജോലി തരും, എനിക്ക് ഉറപ്പാണ്. അതാണ് യഥാർത്ഥ വിശ്വാസം. നോക്കൂ, നാളെ നിങ്ങൾ ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചു, തിരിച്ചു കൊടുക്കാൻ പൈസ ഇല്ല. നാളെ അയാൾ ചോദിക്കാൻ വരും. നിങ്ങൾ എപ്പോഴെങ്കിലും ധൈര്യമായിട്ടിരുന്നിട്ടുണ്ടോ? നിങ്ങൾ പറയുകയാണ്, നാളെ ആ കടക്കാരൻ വരും. ചിലപ്പോൾ അയാൾ ആക്ഷേപിക്കും, ചീത്ത വിളിക്കും, എന്തും അയാൾ ചെയ്യാം. പക്ഷേ എൻ്റെ കൃഷ്ണനുണ്ട്, എൻ്റെ കൃഷ്ണൻ എന്നെ അപമാനിക്കാൻ ഇടവരില്ല. എനിക്ക് ഒന്നുകിൽ എവിടുന്നെങ്കിലും കാശ് തരും, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും അസുഖം വന്ന് കിടക്കും, വരാൻ പറ്റില്ല. എനിക്കത് ഉറപ്പാണ്. ഈ ചിന്തയോടുകൂടി നിങ്ങൾ ആ കാശ് സമ്പാദിക്കാൻ ഇറങ്ങിയിട്ടുണ്ടോ? മറിച്ച് നിങ്ങളങ്ങ് അങ്കലാപ്പാണ്. കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നാളെ നിങ്ങളെ രക്ഷിക്കില്ല എന്ന തോന്നല് പാടില്ല. കഠിനമായി വിശ്വസിക്കൂ. ആ വിശ്വാസത്തിൻ്റെ കൊടയിൽ യാത്ര ചെയ്യൂ. സങ്കടങ്ങളുടെ പെരുമഴ ദൈവത്തിൻ്റെ കുട താങ്ങിത്തരും. ദാരിദ്ര്യത്തിൻ്റെ കത്തുന്ന വെയില് ദൈവത്തിൻ്റെ കുട താങ്ങിത്തരും. രോഗങ്ങളുടെ വീശിയടിക്കുന്ന കാറ്റ് ദൈവത്തിൻ്റെ കുട താങ്ങിത്തരും. ദൈവത്തിൻ്റെ കുട പിടിക്കൂ. ദൈവത്തിൻ്റെ കുടക്കീഴിൽ ഈ കുഞ്ഞിനെ പോലെ യാത്ര ചെയ്യൂ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം ബ്രം രാസേശ്വരി രാധികായേ സ്വാഹ.